കഥയുടെ പേര് ഒരു തീവണ്ടി യാത്ര. ഒരു കച്ചവടക്കാരൻ്റെ വക്കീലായി ജോലി നോക്കാനാണ് ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടത്. വക്കീൽ ഫീസും കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള 1-ാം ക്ലാസ് യാത്രക്കൂലിയുമായിരുന്നു പ്രതിഫലം. സഹധർമ്മിണിയായ കസ്തൂർബയെയും മക്കളായ ഹരിലാലിനെയും മണിലാലിനെയും വീട്ടിലാക്കിയിട്ടാണ് ഗാന്ധിജി ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറിയത്. ഡർബനിൽ എത്തിച്ചേർന്ന ഉടനെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. പ്രത്യേക രീതിയിലുള്ള കോട്ടും തലപ്പാവും ധരിച്ചാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായത്. കോടതിയിലെത്തിയ ഗാന്ധിജിയെ മജിസ്ട്രേറ്റ് കുറച്ചുനേരം തുറിച്ചു നോക്കി. ഗാന്ധിജിയുടെ കോട്ടും തലപ്പാവുമൊന്നും മജിസ്ട്രേറ്റിന് അത്ര ബോധിച്ചില്ല. തലപ്പാവ് അണിയുന്നത് അക്കാലത്ത് ഗുജറാത്തികളുടെ ഒരു ആചാരമായിരുന്നു. മജിസ്ട്രേറ്റ് ഗൗരവത്തിൽ ഗാന്ധിജിയോട് പറഞ്ഞു, "താങ്കൾ കോടതി മുറിയിൽ എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത്? തലപ്പാവ് ഊരിമാറ്റുക." "തലപ്പാവ് ധരിക്കുന്നത് ഞങ്ങളുടെ ആചാരമാണ്," ഗാന്ധിജി ഒട്ടും കൂസാതെ പറഞ്ഞു. മജിസ്ട്രേറ്റ് പിന്നെ നിർബന്ധിച്ചില്ല. തലപ്പാവ് അണിഞ്ഞുകൊണ്ട് തന്നെ ഗാന്ധിജി കേസ് വാദിക്കുകയും ചെയ്തു. താൻ ചെയ്തത് തികച്ച ന്യായമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഗാന്ധിജി ഡർബനിലെ പത്രങ്ങളിൽ കുറിപ്പെഴുതി. വേണ്ടാത്ത വിരുന്നുകാരൻ എന്നാണ് അതേപ്പറ്റി നടന്ന ചർച്ചകളിൽ പത്രങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. തെക്കേ ആഫ്രിക്കയിൽ താമസിച്ച കാലമത്രയും തലപ്പാവ് ധരിച്ചു തന്നെയാണ് ഗാന്ധിജി സഞ്ചരിച്ചിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് ജോലി സംബന്ധമായി പ്രിറ്റോറിയ എന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നു. 1-ാം ക്ലാസ് ടിക്കറ്റ് എടുത്താണ് ഗാന്ധിജി തീവണ്ടിയിൽ കയറിയത്. രാത്രി 9 മണിയോടുകൂടി വണ്ടി നേറ്റാളിൻ്റെ തലസ്ഥാനമായ മാരിറ്റ്സ്ബർഗിലെത്തി. അപ്പോൾ ഒരു റെയിൽവേ ജോലിക്കാരൻ വന്ന് അദ്ദേഹത്തോട് കിടക്ക വേണോ എന്ന് ചോദിച്ചു. "വേണ്ട, എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്," ഗാന്ധിജി അറിയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ കടന്നുവന്ന് ഗാന്ധിജിയെ അടിമുടി നോക്കി. യാത്രക്കാരൻ വെള്ളക്കാരനല്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു, "നിങ്ങൾക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ അവകാശമില്ല. വേഗം ചെന്ന് മുമ്പിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറിക്കോളൂ." "അതെന്താ? എനിക്കിതിൽ യാത്ര ചെയ്യാനുള്ള 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ." ഗാന്ധിജി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. "അതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾ പോയേ പറ്റൂ," അയാൾ ദേഷ്യപ്പെട്ടു. "ഇല്ല, ഞാൻ സ്വമേധയാ ഇറങ്ങുകയില്ല," ഗാന്ധിജി ഉറച്ചു നിന്നു. "എങ്കിൽ നിങ്ങളെ പുറത്തിറക്കാൻ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും," അയാൾ ആക്രോശിച്ചു. "ഓഹോ, അങ്ങനെ ചെയ്തോളൂ," ഗാന്ധിജിയും വിട്ടുകൊടുത്തില്ല. ഉദ്യോഗസ്ഥൻ ദേഷ്യം കൊണ്ട് അമർത്തിച്ചവിട്ടി കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ പോലീസുകാരനെയും കൂട്ടി തിരിച്ചു വന്നു. ചീറ്റപ്പുലിയെ പോലെ ചീറിവന്ന പോലീസുകാരൻ ഗാന്ധിജിയെ ഇരിപ്പിടത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി. അദ്ദേഹത്തിൻ്റെ പെട്ടിയും കിടക്കയും മറ്റു സാധനങ്ങളും പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസുകാരൻ പരിഹാസത്തോടെ പറഞ്ഞു, "ഈ വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ വേഗം പോയി മുമ്പിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറ്, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചാക്." ഗാന്ധിജി വണ്ടിയിൽ കയറാൻ കൂട്ടാക്കിയില്ല. പുകതുപ്പി ചൂളം വിളിച്ച് തീവണ്ടി പാഞ്ഞുപോയി. പ്ലാറ്റ്ഫോമിൽ ചിതറിവീണ സാധനങ്ങളിൽ നിന്ന് ഒരു കൈസഞ്ചി മാത്രമെടുത്ത് ഗാന്ധിജി ചെന്ന് വെയിറ്റിംഗ് റൂമിലിരുന്നു. മറ്റ് സാധനങ്ങളെല്ലാം റെയിൽവേക്കാർ കസ്റ്റഡിയിലെടുത്തു. മഞ്ഞുകാലമായിരുന്നു അത്. കൊടും തണുപ്പ് മൂലം അദ്ദേഹം കിടുകിടെ വിറച്ചു. അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായവും കമ്പിളിപ്പുതപ്പുമെല്ലാം റെയിൽവേക്കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് തിരിച്ചു ചോദിക്കാനൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല. വളരെ വൈകിയാണ് ഗാന്ധിജി യാത്ര തുടർന്നത്.
പ്രിറ്റോറിയയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പലയിടത്തു നിന്നും പിന്നെയും അപമാനം സഹിക്കേണ്ടി വന്നു. പക്ഷേ വെള്ളക്കാരുടെ അധിക്ഷേപമൊന്നും അദ്ദേഹത്തെ അല്പം പോലും ഭയപ്പെടുത്തിയില്ല. എല്ലാ അവഗണനയും നേരിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം പ്രിറ്റോറിയയിൽ എത്തിച്ചേർന്നു. മക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കഥകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.